ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പുമായി മമ്മൂട്ടിയും വിനായകനും ഒന്നിച്ച കളങ്കാവൽ സിനിമ വേൾഡ് വൈഡ് കളക്ഷൻ 70 കോടിയിലേക്ക് എത്തുകയാണ്. മമ്മൂട്ടിയുടെ ആദ്യ 100 കോടി സിനിമയാകുമോ കളങ്കാവൽ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ബോക്സ് ഓഫീസിൽ വൻ ചരിത്രവും കുതിപ്പുമായി മമ്മൂട്ടിയും വിനായകനും ഒന്നിച്ച കളങ്കാവൽ റിലീസ് ചെയ്ത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ കളങ്കാവൽ ഇന്ത്യ നെറ്റ് കളക്ഷൻ 27 കോടിക്ക് മുകളിലായി. ഇന്നത്തോടെ 30 കോടി കടക്കും ചിത്രമെന്നുറപ്പിക്കാം. റിലീസിനു ശേഷമുള്ള രണ്ടാം വെള്ളിയാഴ്ചയായ കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ കുതിപ്പ് തന്നെയാണ് ചിത്രം കാഴ്ചവെച്ചത്. 1 കോടിക്ക് മുകളിൽ കളക്ഷനാണ് ചിത്രം സ്വന്തമാക്കിയതും. അവധി ദിനങ്ങളായ ഈ 2 ദിവസങ്ങളിലും കളങ്കാവലിന് മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ കഴിയുമെന്നും പ്രവചിക്കുന്നുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ 70 കോടി കടന്ന് കുതിക്കുകയാണ് ചിത്രം കേരളത്തിലെ 300-ൽ പരം സ്ക്രീനുകളിലാണ് ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത്. ഗംഭീര പ്രേക്ഷക പിന്തുണ നേടിയാണ് ചിത്രം കേരളത്തിലും പ്രദർശിപ്പിക്കുന്നത്. ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിൽ ഇടം പിടിച്ച മമ്മൂട്ടി ചിത്രം എന്ന റെക്കോർഡും കളങ്കാവൽ നേടിയിരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും ഗൾഫിലും ചിത്രം മികച്ച പ്രതികരണവും ഗംഭീര കളക്ഷനുമാണ് സ്വന്തമാക്കുന്നത്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടാനോ എന്നോടൊപ്പം നിൽക്കാനോ സാധിക്കില്ലെന്നാണ് മമ്മൂട്ടി പറയുന്നത്. അല്ലെങ്കിൽ സ്വന്തം കഥാപാത്രത്തെക്കുറിച്ച് അങ്ങനെ പറയാനുള്ള ആത്മവിശ്വാസത്തിന്റെ പേരാണ് മമ്മൂട്ടി എന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ വ്യക്തമാകും. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മാത്രമല്ല, മറിച്ച് ചെകുത്താനും തോറ്റുപോകുന്ന ഒരു വില്ലനൊപ്പമുള്ള സഞ്ചാരമാണ്. വളരെ പതിഞ്ഞ താളത്തിലുള്ള മലയാള സിനിമയ്ക്ക് സുപരിചിതയായ ഓവർ ദ ടോപ്പ് ത്രില്ലർ സ്വഭാവം ആവർത്തിക്കാത്ത ഒരു ക്രൈം ഡ്രാമ ചിത്രം തന്നെയാണ് കളങ്കാവൽ. ആദ്യ ഷോട്ടിൽ തന്നെ നിങ്ങൾക്ക് വില്ലനെ മനസ്സിലാകും. 4 പതിറ്റാണ്ടിലേറെ മലയാളികൾ കണ്ടുശീലിച്ച സൂപ്പർ നായകനെ അല്ല നമുക്ക് കളങ്കാവൽ കാണുമ്പോൾ കാണുന്നത്. മമ്മൂട്ടി ആയതുകൊണ്ട് തന്നെ പ്രത്യേക ആമുഖത്തിന്റെ ആവശ്യമില്ല. എന്നാലും കണ്ടുവന്നിരുന്ന ശരീരഭാഷയോ നടിപ്പോ നിപ്പോ നോക്കിലോ എല്ലാം വ്യത്യസ്തമായിരിക്കാൻ മമ്മൂട്ടി എന്ന താരത്തെ നമുക്ക് കളങ്കാവലിൽ കാണാൻ സാധിക്കും. വില്ലന്റെ എല്ലാ രൂപമാറ്റവും സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ മമ്മൂട്ടി എന്ന നായകൻ ഈ ചിത്രത്തിൽ കൊണ്ടുവരുന്നുണ്ട്. തൊട്ടു പിന്നാലെ നായകനെയും കാണിക്കുകയാണ്. നായകനും പ്രതിനായകനും ആരെന്ന തുടക്കത്തിലെ പരിചയപ്പെടുത്തിയ ശേഷം അവർ ഇരുവരും കണ്ടുമുട്ടുന്ന ഫൈനൽ ആക്ട് വരെ സിനിമയുടെ സ്വഭാവം സംവിധായകൻ തീരുമാനിച്ചു ഉറപ്പിച്ചതിനാൽ ഒട്ടും വ്യതിചലിക്കാതെയാണ് മുന്നോട്ടു പോകുന്നത്. അതിസമർത്ഥമായ പ്രതിനായകനെ തേടിയുള്ള നായകന്റെ യാത്ര ഓവർ സിനിമാറ്റിക് എക്സ്പീരിയൻസോടെ അല്ലാത്തതിനാൽ നമുക്ക് ക്ലീശയായി തോന്നാം. അങ്ങനെ ഒരു സ്വാഭാവികത അന്വേഷണ നടപടിയിൽ ഉണ്ടായിരിക്കണമെന്ന് സംവിധായകൻ ഉറപ്പിച്ചിരുന്നു. എന്തായാലും സിനിമയിലൂടെ നമുക്കൊരു സംവിധായകനെയും കൂടെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് കളങ്കാവൽ. ഒരു ക്രൈം ഡ്രാമ എന്ന നിലയിൽ സമീപിച്ചാൽ ശരിക്കും സിനിമ തൃപ്തിപ്പെടുത്തും. ട്വിസ്റ്റുകളാൽ സമ്പന്നമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പ്രതീക്ഷിച്ചു കയറിയാൽ ശരാശരി ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് മാത്രമാണ് കളങ്കാവൽ നൽകുക. പക്ഷേ കളങ്കാവൽ സിനിമ കഥ, പ്ലോട്ട്, കഥാപാത്രങ്ങളുടെ ആഴം എന്നിവ പരിഗണിച്ചാൽ അല്പം കൂടി മെച്ചപ്പെടുത്താമായിരുന്നുവെന്നും പലപ്പോഴും തോന്നും. പക്ഷേ കളങ്കാവൽ എപ്പോഴും നിരാശപ്പെടുത്തുന്നില്ല പ്രേക്ഷകരെ. എന്നും മമ്മൂട്ടി എന്ന അതുല്യ നടന്റെ മികച്ച അഭിനയം തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഘടകം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.